ഗൈസ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ഓഫ് കോംപ്ലക്സേഷൻ. സോ ബേസിക്കലി നമ്മൾ എന്താണ് കോംപ്ലക്സ് എന്ന് പഠിച്ചു. ഇനി എന്തിന് നമ്മൾ കോംപ്ലക്സുകൾ അനാലിസ് ചെയ്യേണ്ട ഉണ്ടോ? കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സേഷൻ ഉണ്ടാക്കുമ്പോൾ ബേസിക്കലി അത് പ്രോപ്പർ കോംപ്ലക്സേഷൻ ഉണ്ടായിട്ടുണ്ടോ, മോളിക്യൂൾസ് തമ്മിൽ ഇന്ററാക്ട് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ വളരെ അത്യാവശ്യമാണ്. കാര്യം ഡിസ്ട്രിബ്യൂഷൻ, pH ടൈട്രേഷൻ, അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് കോംപ്ലക്സിനെ അനാലിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് മെത്തേഡിൽ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ അസ് ആണ്. അതിൽ ഫസ്റ്റ് വൺസ് ആണ് ജോബ്സ് മെത്തേഡ് എന്ന് പറയും, മെത്തേഡ് ഓഫ് കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറയും. സോ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. അതായത് ഒരു സീരീസ് ഓഫ് സൊല്യൂഷനിൽ കോൺസ്റ്റന്റ് ടോട്ടൽ മോൾസ് ഓഫ് മെറ്റലും ലിഗാൻഡും, ഇവിടെ ശ്രദ്ധിക്കണേ, മെറ്റലും ലിഗാൻഡും ഉള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടോട്ടൽ മോൾസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ഒരു സീരീസ് ഓഫ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ABC എന്ന് പറയുന്ന സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക ആൻഡ് കാൽക്കുലേറ്റ് മോൾ ഫ്രാക്ഷൻ. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൽ മോൾ ഫ്രാക്ഷൻ ലിഗാൻഡിന്റെയും മെറ്റലിന്റെയും എന്ത് ചെയ്യുക, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം അബ്സോർബൻസി മെഷർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള അബ്സോർബൻസി മോൾ ഫ്രാക്ഷനും വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക ആൻഡ് കണ്ടുപിടിക്കുക. ഭയങ്കര സിമ്പിളാണ്. സോ മെറ്റലുണ്ട്, ലിഗാൻഡ് ഉണ്ട്, റിലേറ്റീവ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അതിനുശേഷം അബ്സോർബൻസി മെഷർ ചെയ്യുക ആൻഡ് അബ്സോർബൻസി മോൾ ഫ്രാക്ഷൻ വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുക. സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. അതിൽ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡ് എന്ന് പറയാം. സോ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡിനകത്ത് UV സ്പെക്ട്രോസ്കോപ്പി ആണ് നമ്മൾ പറയുന്നത്. സോ ബേസിക്കലി UV സ്പെക്ട്രോസ്കോപ്പി എക്സ്റ്റെൻസീവ്ലി അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബേസിക്കലി എന്താണ്, റേറ്റ് കോൺസ്റ്റന്റ് അറിയാൻ വേണ്ടി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറിയാൻ വേണ്ടി, ആസിഡ് ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ആസിഡ് ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, UV സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. സോ ബേസിക്കലി ഈ മെത്തേഡിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ് അറിയാം. ഏതിന്റെ, രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്. സോ നമ്മുടെ കയ്യിലുള്ള രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ് ആണെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യന്റ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയാം. ഇവിടെ ഒരു സൊല്യൂട്ട് കോംപ്ലക്സ് നമ്മൾ മറ്റൊന്നിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ മാറും. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ മാറുന്ന അനുസരിച്ചുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്റ്റെബിലിറ്റി അറിയുക. അതായത് ബേസിക്കലി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂട്ട് കോംപ്ലക്സ് ഉണ്ട് എന്ന് വെക്കുക. ആ കോംപ്ലക്സ് നമ്മൾ എന്താണ്, ഒരു ആഡഡ് സബ്സ്റ്റൻസുമായിട്ട് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ മാറും. ഇപ്പം അങ്ങനെയല്ലേ, ഇപ്പോൾ ഉപ്പ് വെള്ളത്തിലൂടെ വെള്ളം ചേർക്കുകയാണെങ്കിൽ പാറ്റേൺ മാറില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേൺ മാറുകയും അങ്ങനെ നമുക്ക് അറിയാനും പറ്റുന്ന രീതിയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് pH ടൈട്രേഷൻ ആൻഡ് solubility മെത്തേഡ് ആണ്. സോ pH ടൈട്രേഷൻ മെത്തേഡിൽ പറയുന്നത് ആസിഡ് ബേസ് ടൈട്രേഷൻ quantitatively determine the concentration of an acid or base by neutralizing it within standard solution. സോ നമ്മുടെ കയ്യിൽ ആസിഡും ബേസും, ഇപ്പോൾ ബേസിക്കലി ആസിഡ് ബേസ് ടൈട്രേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഒന്നെങ്കിൽ ആസിഡോ ഇല്ലെങ്കിൽ ബേസോ ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കൊണ്ട് എത്രത്തോളം ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബേസിക്കലി നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് വെള്ളം ഉണ്ടാവുന്നു, അതിൻ്റെ സോൾട്ടും ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ ആ ഒരു റിയാക്ഷൻ തന്നെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യുന്ന രീതിയാണ്. സോ ബേസിക്കലി നമുക്ക് pH ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സോൾബിലിറ്റി മെത്തേഡ് ആണ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ സോൾബിലിറ്റി ബേസിക്കലി പേര് പറയുന്ന പോലെ തന്നെ സോൾബിലിറ്റി അറിയുക എന്നുള്ളത് തന്നെയാണ്. സോ ടോട്ടൽ ഡ്രഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ആസ് ദ ലിഗാൻഡ് ഈസ് ആഡഡ്. അപ്പം ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ലിഗാൻഡ് ആഡ് ചെയ്യുന്ന അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടി എന്ത് സംഭവിക്കും, ലാസ്റ്റ് സാച്ചുറേഷൻ എത്തുന്നു. അങ്ങനെയൊന്നും വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ഡ്രഗ് ആൻഡ് കോംപ്ലക്സ്. സോ ഡ്രഗും കോംപ്ലക്സും തമ്മിൽ ഒരു സാച്ചുറേഷൻ ലെവൽ എത്തില്ലേ, അത് ആ ഒരു എത്തുന്ന വരെയാണ് നമ്മൾ എന്ത് പറയുക, സോലബിലിറ്റി മെത്തേഡ് എന്ന് പറയുക. സോ ഈ മെത്തേഡ് നമ്മൾ സോലബിലിറ്റി ലൈക്ക് ഒരു അത് ബേസിക്കലി ചേഞ്ച് ഇൻ സോലബിലിറ്റി അതാണ് അറിയുക. നമ്മൾ നേരത്തെ pH ടൈട്രേഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ചേഞ്ച് ഇൻ സോലബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ സോലബിലിറ്റി എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഡ്രഗ് കോൺസെൻട്രേഷൻ നമ്മൾ ലിഗാൻഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും, സാച്ചുറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡ്രഗും കോംപ്ലക്സും നമ്മൾ എന്തെങ്കിലും സാച്ചുറേറ്റ് ആവുന്നു. സോ ആ സമയത്ത് സോലബിലിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള രീതിയാണ് സോലബിലിറ്റി മെത്തേഡിൽ. ഈ കോംപ്ലക്സേഷൻ ആൻഡ് ഡ്രഗ് ആക്ഷൻ ആണ്. സോ ഓൾട്ടേർഡ് പ്രൊപ്പോർഷൻ. സോ നമുക്ക് അറിയാം കോംപ്ലക്സേഷൻ വരുമ്പോഴത്തേക്കും ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്
മാറും. സോ ഇത് നമുക്കൊരു എന്താണ്, നമുക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ആൻഡ് എൻഹാൻസ് എക്രീഷൻ. സോ കോംപ്ലക്സേഷൻ വിത്ത് ഹൈഡ്രോഫിലിക് കോമ്പൗണ്ട് ആണെങ്കിൽ എക്സ്ക്രീഷൻ കൂടും. ശ്രദ്ധിക്കണേ, ഹൈഡ്രോഫിലിക് ആണ്, ഫോബിക് അല്ല, ഹൈഡ്രോഫിലിക്, വാട്ടർ ലവിങ് ആണ്. കോംപ്ലക്സേഷൻ വിത്ത് ഹൈഡ്രോഫിലിക് കോമ്പൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, എക്സ്ക്രീഷൻ കൂടുന്നു. പിന്നെ പ്രോട്ടീൻ ബൈൻഡിങ് എഫക്റ്റ് ആണ്. സോ പ്രോട്ടീൻ ബൈൻഡിങ് എന്ത് ചെയ്യാം, ഇനാക്ടിവേറ്റ് ചെയ്യും ചില ഡ്രഗിനെ, പക്ഷേ അതർ ഇറ്റ് ആക്റ്റീവ്ലി ഡെസ്പൈറ്റ് ബൈൻഡിങ്. സോ ബേസിക്കലി പ്രോട്ടീൻ ബൈൻഡിങ് എന്ത് ചെയ്യാം, ചില ഡ്രഗുകളെ ഇനാക്റ്റീവ് ആക്കാം, ചിലതിൽ എന്ത് ചെയ്യാം, ആക്റ്റീവും ആക്കാം എന്നുള്ളതാണ്. ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ, ഓരോ ഡ്രഗിനെ ഒരു രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ. സോ ബേസിക്കലി പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്താണ്? പ്രോട്ടീൻ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. ബേസിക്കലി അമിനോ ആസിഡ് ചെയിൻ മോളിക്യൂൾസ് ഉണ്ട്. 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് അമിനോ ആസിഡ് മോളിക്യൂൾസ് ആണ്. ക്രിസ്റ്റലേഷൻ പ്രോസസ്, പ്രോട്ടീൻ ആർ ഡിസോൾവ് ആൻഡ് ബ്രോട്ട് ടു സൂപ്പർ സാച്ചുറേഷൻ യൂസിങ് വാരിയസ് മെത്തേഡ്. സോ പ്രോട്ടീൻ നമ്മൾ ഡിസോൾവ് ചെയ്ത് സൂപ്പർ സാച്ചുറേഷൻ, അത് നമ്മൾ നമുക്കറിയാം, നമുക്കൊരു കലങ്ങിയതിനു ശേഷം വീണ്ടും കലക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ കലക്കിയെടുക്കുന്നതിന് നമ്മൾ പറയില്ലേ, കലക്കിയെടുക്കട്ടെ മോനെ എന്ന് ചോദിക്കില്ല, അതേപോലെ തന്നെയാണ് ഒരു സൂപ്പർ സാച്ചുറേറ്റ് സൊല്യൂഷൻ ആക്കുന്ന രീതിയാണ്. സോ pH, ടെമ്പറേച്ചർ, അയോണിക് സ്ട്രെങ്ത്, ഗ്രാവിറ്റി അഫക്റ്റ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രോട്ടീൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. സോ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ മോളിക്കുലർ സ്ട്രക്ചർ, ഇൻഡസ്ട്രി, മെഡിസിൻ പേർപ്പസിനൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ജസ്റ്റ് ബേസിക്സ് ആണ്, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ തെർമോഡൈനാമിക് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ടൈപ്പ് ഓഫ് കോംപ്ലക്സ് മെറ്റൽ ലിഗാൻഡ് ഉണ്ട്. സോ ഡെഫിനിഷൻ അറിയാലോ, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ അയൺ ആൻഡ് ലിഗാൻഡ് ആണ്. ആപ്ലിക്കേഷൻ കെമിസ്ട്രി, ബയോളജി. സുപ്രാമോളിക്യൂൾസ് ഹോസ്റ്റ് ഗസ്റ്റ് കോംപ്ലക്സ് ആൻഡ് കോംപ്ലക്സ് ആണ്. കെമിസ്ട്രി, മെഡിസിനിലാണ് ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതിനൊരു ചെറിയൊരു ബ്രീഫ് ആണെന്നേ ഉള്ളൂ. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്, അധികം ഒന്നും പഠിക്കാനില്ല, ഷോറപ്പാണ്. മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഇത് പഠിച്ച് കിട്ടും എന്നുള്ളതാണ്. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.